ജനുവരി 5-ാം തീയതി വൈകിട്ട് 6:30 കാനാടിക്കാവ് മൈതാനിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു. താന്യം ഗ്രാമപഞ്ചായത്തിലെ കിഡ്നി ക്യാൻസർ ബാധിതരായ നിർധന രോഗികൾക്ക് പ്രതിമാസം നൽകുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണത്തിനായുള്ള കാനാടിക്കാവ് സാന്ത്വനം പദ്ധതി പ്രഖ്യാപനവും മറ്റ് ചാരിറ്റബിൾ സംഘടനകൾക്കുള്ള ധനസഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കുന്നു. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. പാലാ സെന്റ് തോമസ് കോളേജ് ഓൾ കേരള സൈക്കിൾ റാലിക്ക് ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. വിദ്യാർത്ഥികളിൽ ലളിതവും ആരോഗ്യപരവുമായ ജീവിതശൈലി വളർത്തിയെടുക്കുന്നതിനും പരിസ്ഥിതി മലിനീകരണം തടയുക, ശരീരത്തിൽ വ്യായാമത്തിന്റെ ആവശ്യകത എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് സൈക്കിൾ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. കോട്ടയം പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും കാസർഗോഡ് നിന്ന് തിരിച്ച് പാലാ സെന്റ് തോമസ് കോളേജ് വരെയും മൊത്തം 1400 കിലോമീറ്റർ 10 ദിവസം കൊണ്ട് യാത്ര ചെയ്യുന്ന സൈക്കിൾ റാലിക്കാണ് സ്വീകരണം നൽകിയത്. സൈക്കിൾ റാലിയിൽ കോളേജിലെ അധ്യാപകരും കുട്ടികളുമടക്കം 30 അംഗങ്ങളാണ് പങ്കെടുക്കുന്നത്. സ്വീകരണ സമ്മേളനത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് പ്രദീപ് ലാൽ അധ്യക്ഷനായി. നാട്ടിക ഫൾക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപകൻ KS കിരൺ, പ്രിൻസിപ്പൽമാരായ PK ശ്രീജേഷ്, VB സജിത്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KA അനിൽകുമാർ എന്നിവർ ചേർന്ന് പാലാ സെന്റ് തോമസ് കോളേജ് സൈക്കിൾ റാലിക്ക് നേതൃത്വം നൽകുന്ന അസിസ്റ്റന്റ് പ്രൊഫസർമാരായ റോബേർട്ട് തോമസ്, മഞ്ജിഷ് മാത്യു, ജിബിൻ രാജു, സ്നേഹ M ജോസ് ആന്റണി എന്നിവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ MPTA പ്രസിഡന്റ് ലക്ഷ്മി, അധ്യാപകരായ ബിജു, മോഹൻ ബാബു, KG സജിത്, TT പ്രസൂൽ, ശ്രീകാന്ത്, രാജേഷ്, കായിക അധ്യാപകൻ TN സിജിൽ എന്നിവർ സംസാരിച്ചു.